ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഓട്സ് ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പം ഒട്ടും വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഓട്സ് കൊണ്ടുള്ള ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് എന്താണ് നമുക്കുള്ള ബെനിഫിറ്റ്? നമ്മുടെ ഫേസിലെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഹൈഡ്രേറ്റ് ചെയ്യാനും ഓയിലി ആയിട്ടുള്ള സ്ഥലങ്ങൾ ഒന്ന് ഓയിൽ കൺട്രോൾ ചെയ്യാനും ഈ ഒരു ഓട്സിൻ്റെ ഫേസ് പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ സ്കിൻ ഒന്ന് എക്സ്ഫോലിയേറ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ ഡെഡ് സ്കിൻസ് റിമൂവ് ആവുകയും സെബം പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനും ഈ ഒരു ഫേസ് പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സൺബേണും സ്കിൻ ഇറിറ്റേഷനും ഇൻഫ്ലമേഷനും ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ സ്കിന്നിന്റെ ടെക്സ്ചർ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനും ഹൈപ്പർ പിഗ്മെന്റേഷനും ആക്നെ സ്പോട്സുകളും കുറയ്ക്കാനും ഈ ഒരു ഫേസ് പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാം? ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, ആക്നെ പ്രോൺ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, നോർമൽ സ്കിൻ, അങ്ങനെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം. ഇൻഗ്രീഡിയൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാറ്റം വരുത്തണമെന്നും. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമുക്ക് എത്ര പ്രാവശ്യം യൂസ് ചെയ്യാം? ഒരാഴ്ചയിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, നിങ്ങൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്കിന്നിൽ ഇറിറ്റേഷൻസ് വരുന്നുണ്ടോ എന്ന് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്ലൈ ചെയ്യുമ്പം കഴുത്തിലും കൂടി നമ്മുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റ്നസ് തരുന്ന ഒരു ഫേസ് പാക്ക് ആണ്. അപ്പം നിങ്ങൾ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കഴുത്തൊരു കളറ്, ഫേസ് ഒരു കളർ, അങ്ങനെ ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ്, ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. ഒരുപാട് വലിയ പ്രൊസീജിയറും ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. നമുക്ക് വേണ്ടത് കുറച്ച് തേൻ, കുറച്ച് ഓട്സ്, പിന്നെ ഒരു തക്കാളി. ഓട്സിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് നമ്മൾ മുമ്പേ പറഞ്ഞു. ഇനി നമുക്ക് തക്കാളി ഫേസിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്നെ കുറയ്ക്കും, ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കും, ഡാർക്ക് സ്പോട്ടുകൾ, നമ്മുടെ ഓപ്പൺ പോഴ്സിനെ മിനിമൈസ് ചെയ്യാനായിട്ട് ഈ ഒരു തക്കാളി ഹെൽപ്പ്. കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടും. പിന്നെ സൺ ഡാമേജ് കൊണ്ട് വന്നിട്ടുള്ള സ്കിൻ ഇഷ്യൂസിനെയൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു തക്കാളി നല്ലതാണ്. പിന്നെ നമ്മളിവിടെ എടുക്കുന്നത് തേനാണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തേൻ ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ബെനിഫിറ്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, വെറുതെ ഞാൻ പറഞ്ഞു മുഷിപ്പിക്കുന്നില്ല. നമുക്ക് വേണ്ട സാധനങ്ങൾ തേന്, തക്കാളി, ഓട്സ്. തക്കാളി വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. നമുക്ക് തക്കാളിയുടെ ജ്യൂസാണ് വേണ്ടത്. ഓട്സും നല്ലപോലെ പൊടിച്ചെടുക്കണം. നല്ലപോലെ പൊടിയണം. തരിതരിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഓട്സിന്റെ പൊടി എടുക്കുക. അത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള തക്കാളിയുടെ ജ്യൂസ് എടുക്കുക. പിന്നെ അതിലോട്ട് ഹൈഡ്രേഷന് വേണ്ട ഹണിയും ചേർത്ത് മിക്സ് ചെയ്യുക. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് കട്ടിയല്ല, അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് അപ്ലൈ ചെയ്ത് ഒരു 20 to 30 മിനിറ്റ്സ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക.